മീരാമാക് സ്റ്റോറീസിൻ്റെ നെക്സ്റ്റ് എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ മാറാടി എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ ഉള്ളത്. അവിടെ വെച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ വെഡ്ഡിങ് മേക്ക് ഓവർ. ഇതും എൻ്റെ മുമ്പത്തെ ബ്രൈഡിൻ്റെ അനീതിക്കുട്ടിക്കാണ് മേക്കപ്പ്. അവരുടെ ശരിക്കും വീട് നമ്മൾ തിരുവല്ല ആ സൈഡാണ് കേട്ടോ. അപ്പോൾ ഇന്നിവിടെ പയ്യൻ്റെ വീടിൻ്റെ അടുത്തുള്ളൊരു സ്ഥലത്താണ് നമുക്ക് മേക്കപ്പിനുള്ള സ്റ്റേ ഒക്കെ അറേഞ്ച് ചെയ്തേക്കുന്നത്. അപ്പോൾ ബാക്കി നമുക്ക് മേക്കപ്പ് വിശേഷത്തിൽ കാണാം. അപ്പോൾ ഇത് നമ്മുടെ ഇന്നത്തെ ബ്രൈഡ് ഷാരോണിനെ നമുക്ക് 2 വർഷം മുമ്പേ അറിയാം. ചേച്ചിയുടെ കല്യാണം, സൂസന്റെ കല്യാണം ഞാൻ തന്നെയാണ് ചെയ്തത്. അപ്പോൾ അന്ന് ഷാരോണല്ലേ എന്നെ കോണ്ടാക്ട് ചെയ്തത്. അന്നും കോണ്ടാക്ട് ചെയ്ത് ഷാരോണാണ്, ഇന്നും കോണ്ടാക്ട് ചെയ്ത് ഷാരോണാണ്. എന്റെ കല്യാണം, ഇന്നെന്റെ കല്യാണമാണ്. എന്താണ്, എങ്ങനെ വേണം നമ്മുടെ മേക്കപ്പ് ഒക്കെ? നാച്ചുറൽ ബട്ട് ഐസ് ഇച്ചിരി എംഫസൈസ് ചെയ്തിട്ട്, പക്ഷെ എല്ലാം നാച്ചുറൽ സോഫ്റ്റ് ഗ്ലോ. അന്നത്തെ പോലെ. അപ്പൊ ഞങ്ങൾ അന്നത്തെ പോലെ ഇന്നും ഒരുങ്ങും. ഗ്രൂമിന്റെ വീട് എവിടെയാ? വാളകം, മൂവാറ്റുപുഴ. ഇവിടെ ഒരു 5-10 മിനിറ്റ്. അവരെവിടെയാണോ? ദുബായ് ആണോ? അവരും ദുബായ. അപ്പൊ കല്യാണമായിട്ട് മാത്രം വന്നതാ. ആ വീട്ടിൽ ആരാ ഉള്ളേ? നമ്മുടെ പഴയ അവിടുത്തെ വീട്ടില്, തിരുവല്ലയില് പൂട്ടി കിടക്കുക. അപ്പയും അമ്മയും വരുമ്പോ മാത്രം അത് തുറക്കും. അവരെല്ലാ വർഷം വരും. ഇന്നലെ മധുരവെപ്പുണ്ടായിരുന്നല്ലേ ഫ്രാങ്ക്ലിന്റെ വീട്ടിൽ. കോസ്റ്റ്യൂം ജുബയും കൊണ്ടാന്ന് തോന്നുന്നു. ഷാരോൺ എന്ത്? ഞങ്ങൾക്കൊന്നുമില്ല, ഞങ്ങള് സിമ്പിൾ ഹമ്പിളാ. ഇപ്പത്തെ ട്രെൻഡ് ഉണ്ടല്ലോ, മറ്റേ ചട്ടയും മുണ്ടൊക്കെ കൊടുത്തിട്ട്. ഇല്ല, ഞങ്ങള് ജസ്റ്റ് കസിൻസ് ഇവിടെ ഞങ്ങൾ കുറെ പടക്കം വാങ്ങിച്ചായിരുന്നു. പക്ഷെ അത് മഴ കാരണം എല്ലാം പൊട്ടിക്കാൻ പറ്റിയില്ല. ഈ സമയത്ത് എവിടെ പടക്കം കിട്ടി? ഇവര് അച്ഛനും ചേച്ചിയും എൻ്റെ കസിൻസും അവരുടെ വൈഫ്സും മൂവാറ്റുപുഴ മാർക്കറ്റിൽ പോയി. എന്നിട്ട് ഏതോ കട കണ്ടുപിടിച്ചിട്ട് അയാളുടെ നമ്പർ എടുത്ത് അയാളെ കട ഓപ്പൺ ആക്കിയിട്ട് വാങ്ങിച്ചിട്ട് വന്നു. എന്നിട്ടും പടക്കം പൊട്ടിയില്ല. ഒരു ഇനിയുണ്ട് ബാക്കി. അപ്പോൾ ചേച്ചിയുടെ മമ്മിനല്ലോ പറഞ്ഞു, അത് അവിടെ റിസപ്ഷൻ കഴിഞ്ഞാൽ നമുക്ക് പടക്കം പൊട്ടിച്ചിട്ട് ഇറക്കാം. എന്നെ ഓടിക്കും. ആരാദ്യം പ്രപ്പോസ് ചെയ്തെന്ന് പറഞ്ഞാൽ ഞങ്ങള് കല്യാണം കഴിക്കാൻ തന്നെ ഉള്ള ഒരു ഇന്റൻഷൻ വെച്ചാൽ തുടങ്ങിയത്. പക്ഷെ ഞങ്ങൾ അങ്ങനെ പരസ്പരം ഇങ്ങനെ പറഞ്ഞില്ല, ലൈക്ക് ആദ്യം കല്യാണം കഴിക്കണം. വൺസ് യു ഗോട്ട് ടു നോ ഈച്ച് അതർ ഓൺലി ഞങ്ങള് ഓക്കെ സെയിം പേജിലാണ്, നമുക്കിത് പപ്പയും മമ്മിയോടും അറിയാം. വീട്ടിൽ കുഴപ്പമൊന്നും ഉണ്ടായില്ല? ഇല്ല, എല്ലാരും ഓക്കെ. കുഴപ്പമില്ലായിരുന്നു. Wow, actually, yeah. I look like a different person. സെറ്റ്. ബാക്കിയും കൂടി കഴിഞ്ഞിട്ട് കാണാം. നെക്സ്റ്റ് നമുക്ക് ഗൗൺ ഇട്ടിട്ട് ഹെയർ ചെയ്യാം. എന്താ കൂടുതൽ ഇഷ്ടമായത്? കണ്ണാണോ ലിപ്പാണോ? കണ്ണ് ഫോർ ഷുവർ. കണ്ണിങ്ങനെ 2 പ്രാവശ്യം ബ്ലിങ്കിച്ച് കാണിക്കും. ഓക്കെ, നമ്മുടെ ഹെയർ സ്റ്റൈല് നമ്മളന്ന് സെലക്ട് ചെയ്ത പോലെ തന്നെയല്ലേ? പഫ്നെസ് വേണം? വേണ്ട, കുറച്ച് ഇങ്ങനെ സ്ലൈറ്റ്ലി സ്ലീക്കും, പക്ഷേ കുറച്ച് വോളിയം വേണം. ബണ്ണായിട്ട് ലോ ബൺ. ലോ ബൺ. എൻ്റെ പാർട്ടീഷൻ മിഡിലാണ്.
പക്ഷെ നോർമലി എല്ലാവർക്കും എനിക്ക് ഇഷ്ടമാണ് മിഡിൽ ഇടാനായിട്ട്. മിഡിൽ ഇടുമ്പോൾ ചിലർക്ക്, അതായത് സ്ഥിരമായിട്ട് ഇടാത്തവർക്ക് മിഡിൽ അത്ര ഇഷ്ടപ്പെടില്ല. പക്ഷെ മിഡിൽ ഇട്ട് കഴിയുമ്പോൾ ഒരു വേറൊരു ലുക്കാണ്. അതെ അതെ. മീര ചേച്ചി ഒരു വീഡിയോ ഇട്ടായിരുന്നു, ഒരു ഐ തിങ്ക് വൺ ആക്ടർ ഈ ബിയേർഡ് എല്ലാം ഷേവ് ചെയ്ത് ഒരു റെഡ് സാരി ഇട്ട് ആ മുടി ചെയ്തത് നല്ലതായിരുന്നു. മിഡിൽ പാർട്ടീഷൻ അല്ലായിരുന്നു, നല്ലതായിരുന്നു. അജയ്ക്ക് കുറച്ചുകൂടെ മിഡിലാണ് ഭംഗി. നല്ല അടിപൊളിയായിട്ടായിരുന്നു അത്. അപ്പൊ ഞാൻ മിഡിൽ ചെയ്തിട്ട് പിന്നെ ഇച്ചിരി വോളിയം ചെയ്തിട്ട് സ്ലീക്ക് ആയിട്ട്. ഓക്കെ. ഞാൻ ബ്രൈഡിൻ്റെ സിസ്റ്ററാണ്. എൻ്റെ പേര് സൂസൻ. ഞാൻ മീര ചേച്ചി എന്നെ കോണ്ടാക്ട് ചെയ്ത വയ ഇൻസ്റ്റാഗ്രാമാണ്. എൻ്റെ കല്യാണത്തിന് മീര ചേച്ചിയാണ് മേക്കപ്പ് ചെയ്ത്. ആൻഡ് മീര ചേച്ചി സൂപ്പറായിട്ടാണ് ചെയ്തത്, ബിക്കോസ് ഇറ്റ് വാസ് നാച്ചുറൽ. സോ ദാറ്റ്സ് വൈ മൈ സിസ്റ്റർ ഓൾസോ വാണ്ടഡ് മീര ചേച്ചി ടു ഡു ഹർ ഓൺ മേക്കപ്പ്. സോ യാ, I think that's it. ഡേറ്റ് ഫിക്സ് ആകുന്നതിന് മുന്നേ തന്നെ ഞാൻ ചേച്ചിയോട് അറിയാം കല്യാണം ഉണ്ടെന്ന്. എന്നിട്ട് ഡേറ്റ് കൺഫേം ചെയ്യണമെന്നല്ലേ ചേച്ചി അറിയാൻ? കൺഫേം ആയിട്ട് പറഞ്ഞാൽ മതി. ആദ്യം ചേച്ചിയോട് അറിഞ്ഞിട്ടാ ബാക്കി എല്ലാം ഡിസൈഡ് ചെയ്ത്. കുറച്ചുകൂടെ ലൂസ് ആവും കേട്ടോ, ടൈറ്റ് ചെയ്തിട്ടേക്കുന്നതാ. ഷാരോണിന്റെ ഔട്ട്ലുക്ക് കഴിഞ്ഞിരിക്കുന്നു. ഹാപ്പിയാണോ? വെരി ഹാപ്പിയാണ്, എക്സ്ട്രീംലി ഹാപ്പി. എനിക്ക് ഇങ്ങനെ തന്നെയായിരുന്നു എൻ്റെ വെഡിങ് ഡേ അന്ന്. ലുക്ക് ഇങ്ങനെ തന്നെയായിരുന്നു എൻ്റെ. അതേപോലെ ആക്കി കൊടുത്തിട്ടുണ്ട്. അപ്പൊ ബാക്കി ഇനി ഫോട്ടോഷൂട്ടിന് വേണ്ടിട്ട് പോവാണ്. എനിക്കിനി വേറൊരു ബ്രൈഡും കൂടി ഉണ്ട്. ബ്രൈഡ് അല്ല കേട്ടോ, എൻ്റെ എക്സ് ബ്രൈഡ്. അപ്പൊ അതിനെ കൂടെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് ബാക്കി ഫുൾ എല്ലാവരെയും കൂടി വീഡിയോ നമുക്ക് കാണാം. ഷാരോന്റെ വെഡിങ് വർക്ക് ഇവിടെ തീർന്നു. കല്യാണം കഴിഞ്ഞു, എല്ലാവരും ഇറങ്ങി, മന്ത്രകോടി ചേഞ്ച് ചെയ്തു. അപ്പോൾ നമ്മളും ഇറങ്ങാൻ നിൽക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി ഇതുപോലെ അടിപൊളിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നതായിരിക്കും.